ഹലോ ഗെയ്സ്, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഈ വീഡിയോക്കകത്ത് തന്നെ നമ്മൾ കുറേ മഴയൊക്കെ വരുന്നുണ്ട്, നല്ല പിങ്ങൊക്കെ അടിക്കുന്നുണ്ട് ഗെയ്സ്, നല്ല രീതിയിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ അടിക്കുന്നുണ്ടായിരിക്കും. കാരണം ഇത് എൻ്റെ മൈക്കൊന്നും ഇല്ല ഗെയ്സ്, ഞാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നല്ലവണ്ണം ഇതൊക്കെ തന്നാൽ ഞാൻ ഉറപ്പായിട്ടൊരു മൈക്ക് വാങ്ങിച്ച് വോയിസ് ഓവറൊക്കെ മിച്ചപ്പെടുത്തുന്നതായിരിക്കും ഗെയ്സ്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഗെയിമൊക്കെ കളിച്ച് ഈ ഗെയിമിംഗ് ചാനൽ തുടങ്ങിയതിനെ കുറിച്ച് പൈസയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വന്ന് വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമൊക്കെ ആക്കൊണ്ട് ഗെയ്സ് നമ്മൾ ഇത് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം ഗെയ്സ്. എനിക്ക് ഈ വീഡിയോക്കകത്ത് നിങ്ങൾ എനിക്കൊരു വെറും 10K അല്ലെങ്കിൽ 100K അടിക്കുമെങ്കിൽ ഞാൻ എല്ലാവർക്കും 4000 രൂപയുടെ റെഡിയും കോഡ് തന്നേക്കും ഗെയ്സ്. അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഞാൻ 4000 രൂപയുടെ റെഡിയും കോഡ് നിങ്ങൾക്ക് തന്നേക്കും 100K അടിക്കുമെങ്കിൽ ഗെയ്സ്. നമ്മളൊക്കെ അപ്പം VR മൈനൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നല്ല രീതിയിൽ പിങ്ങൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്, മര്യാദയ്ക്ക് നോക്കും. നിങ്ങളെനിക്ക് 10K അടിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 100 രൂപയുടെ റെഡിയും കോഡ് ഫ്രീ ആയിട്ട് തന്നേക്കും. ഞാൻ പറയുന്ന ടാസ്ക് ഇത് മാത്രം ചെയ്യാമെന്നെങ്കിൽ. അപ്പോൾ ഗെയ്സ്, നിങ്ങൾ ഞാൻ പറഞ്ഞ ടാസ്ക് നല്ല സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. പെട്ടെന്ന് തന്നെ ഒന്ന് 1K അല്ലെങ്കിൽ 100K എത്രയെങ്കിലും ഒന്ന് അടുപ്പിച്ച് തന്നാൽ മതി. മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണാൻ കുറേ അധികം താല്പര്യമൊക്കെ പെട്ടെന്നൊന്ന് ഷെയറും സബ്സ്ക്രൈബും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ത്യയിൽ അധികം മൈക്ക് പോലും ഇല്ല. അതെ, നമ്മൾ VR മാച്ചൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇവിടെ. അയാളിപ്പോൾ അതിനെ വെറുതെ വിളിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം വോയിസ് ഓവർ ചെയ്യുന്നത് ഒരു ബാത്റൂമിൽ നിന്നാണ്. അപ്പം ഇവിടെ ആണെങ്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസും കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സഹായിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ കുറേ അമ്മയൊക്കെ ഷോ കാണിക്കുന്നുണ്ടല്ലേ, കേക്ക് കൊഴിച്ച് നമ്മളെന്തായാലും ട്രോഫിയൊക്കെ ഇട്ട് കൊടുത്ത് കണ്ടില്ലേ കേസ്. നമ്മളെ ട്രോഫിയുടെ പറ്റി എത്ര ആൾക്കാരാന്ന് നോക്കി കണ്ട, അതിന് വേണ്ടി ഇട്ട് വിടുന്നത്. ഇതൊക്കെ കാണുമ്പോൾ വേറെ ഒരു സന്തോഷം. പെട്ടെന്നൊന്ന് 100K അടിക്കാനൊന്ന് സപ്പോർട്ട് ചെയ്യുക കേസ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ അതിനനുസരിച്ച് ഗീവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും കേസ്. നല്ല രീതിയിൽ ഗീവ് അവേ ഒക്കെ തരുന്നതായിരിക്കും. നമുക്ക് കേസ് ഇന്ന് എല്ലാ ദിവസവും ക്രീമാശക്തിയിലോട്ടല്ലേ വന്നത്. അപ്പോൾ നമുക്ക് ഫാക്ടറിയിലോട്ട് പോയി ഇത്തവണ. ഫാക്ടറിയിൽ ഏതോ പാർട്ടി വീഞ്ഞു കേസ്. എത്ര പേരാന്ന് നോക്കിയ കേസ് അങ്ങോട്ട്. അവിടെ പോയാൽ നമ്മളെന്തായാലും കൂടെ ഊട്ടിയിട്ട് വരും. നമ്മളെന്തായാലും ഇപ്പുറത്തോട്ട് പോകാം. ഇപ്പുറത്തോട്ട് പോയപ്പോൾ ഗേസ് ഇവിടെയും എങ്കപ്പത്താളും നീതാൻ നമ്മളിറങ്ങുന്നിടത്ത് ഒഴുത്തും ഇറങ്ങാൻ വേണ്ടിയിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. നമുക്ക് ടാങ്കിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. സാത്തിനൊക്കെ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നമ്മളെന്തായാലും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വരുന്ന കുറച്ച് ലൂട്ടൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകാം. അല്ലാതെ പോയി നമ്മളെ ചിലപ്പോൾ അടിച്ചു കൊല്ലും. അതായത് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമ്മൾ കുറച്ച് ലൂട്ടൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അങ്ങോട്ട് പോകാം. ഇവിടെ വെടിവെച്ച് എന്തായാലും നമുക്കൊരു ഓട്ടോ റിവ്യൂ എടുക്കാം. എന്തായാലും അതുകൊണ്ട് തോടെ ഗ്ലൂകൾ വേണുണ്ട്. സ്കോപ്പ് നമുക്ക് അടിക്കാൻ പറ്റും നോക്കാം. ഇത് ഇത്തം വീഴുന്നുണ്ട്. ഇവിടെ അടങ്ങിയത് ഇല്ലേ ദേശീയമായി ഇവിടെ ഇത്തം കവറെടുത്തിരിക്കുന്നുണ്ട്. അവൻ കൊന്നവനെ ഇത്തന്നെ കൊന്നു ഈ സമയം. അവനെന്തായാലും അവനെ അങ്ങ് സോണിയാക്കി ഇട്ടിട്ടുണ്ട്. തേർഡ് പാർട്ടി അടിച്ച് വേറെ ഇത്തന്നെ കൂടെ കണ്ടീ. നിൽക്ക് അടുത്തെവിടെയോ ഒരുത്ത അവിടെ വന്നിരിക്കുന്നു കേസ്. അവൻ നമ്മളെ കൂടെ തേർഡ് പാർട്ടി അടിക്കാൻ വേണ്ടി വന്നിരിക്കുമായിരിക്കും. വെടിവെക്കാൻ നോക്കാം. എന്തായാലും അവ ഓടി അവിടുന്ന് റീലോഡൊക്കെ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം കേസ്. അത് കണ്ട കേസ് സ്ട്രോബറി പരമായിട്ടുണ്ട്. നമ്മളെ നെറ്റ് പിങ്ങടിച്ചിട്ടുണ്ട് കേസ്. അത് നമ്മൾ കാറെടുത്ത് സ്കൂട്ടാമെന്ന് വിചാരിച്ചപ്പോൾ അതിനും പറ്റുന്ന കേസ്. പിങ്ങടിച്ച് നമ്മളിന്ന് ചാവും കേസ്. ഇപ്പം നമുക്ക് കാറിൽ പോലും കയറാൻ പറ്റുന്ന കേസ്. കാറിൽ കയറി നമുക്ക് പോവാം. നമ്മൾ മൊബൈലിലാണ് കേസ് കളിക്കുന്നത്. അത് നിങ്ങൾ നോക്കണം. തന്നെ കാർക്ക പുറകിലോട്ട് വന്ന് പിങ്ങടിക്കുന്നുണ്ട് കേസ്. പിങ്ങടിക്കുന്നുണ്ട്. നമുക്ക് ഇതുവരെ ഒന്ന് കയറി ഒന്ന് കറങ്ങി നോക്കിയിട്ട് കയറാം കേസ്. നമുക്ക് ഇതുവരെ കയറിപ്പോയാൽ അവിടെ എനിക്ക് എനിമയെ കാണുന്നെങ്കിൽ നമുക്ക് ഇടിച്ചിട്ടാം കേസ്. അവിടെ എന്ത് ഗ്ലൂ വാൾ എടുക്കണം. അങ്ങോട്ട് പോകാം. ഇത് റൈഡർ ക്യാരക്ടറിൻ്റെ സാധനമല്ല കണ്ട. ഇവിടെ മൂന്നാമതൊരാളും കൂടെ ഉണ്ടല്ലോ. ഉപ്പ് വണ്ടി അനങ്ങുന്നില്ല. ഞാൻ അവിടെ ഇടിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ചത്ത് കേസ്. ഇതിലൊരു നമുക്ക് ഇറങ്ങിപ്പോകാന്നാണ് വിചാരിച്ചത്. വണ്ടിയിൽ നിന്നൊക്കെ പൊക്കി വന്നിട്ട് ഇവിടെ നിന്നോ ഒരു അടി വന്നല്ലോ. എവിടെ നിന്നാണത്? വെടി വന്നിട്ട് പൊട്ടി കാറ് പൊട്ടി ഇറങ്ങട്ടെ. വണ്ടി നിറയെ പിങ്ങടിക്കുന്നുണ്ട് കേസ്. പിങ്ങ് നല്ല രീതിയിൽ പിങ്ങടിച്ച് നമ്മളതിനകത്ത് നെറ്റ് പിടിച്ചോണ്ടിരുന്ന ഏത് കണ്ടിനകത്ത്. പക്ഷെ അവൻ എനിക്ക് 2-3 ഡാമേജേ കൊണ്ടുള്ളൂ. താനും നല്ല രീതിക്ക് പിങ്ങെടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ റിവെഞ്ച് എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ ആ സ്ഥലത്തോട്ട് തന്നെ പോയി ഇറങ്ങുക.
എന്തായാലും അവൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു തവണയും കൂടെ ആകാശത്ത് നിന്ന് ഇങ്ങനെ പറന്നിറങ്ങാം. അല്ലെങ്കിൽ നമുക്ക് അവിടേക്ക് കുറച്ച് നേരം കറങ്ങിയൊക്കെ നടക്കാം. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മളിവിടെ മണ്ടേ നിൽക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നിൽക്ക് കേസ് തന്നെ നിലങ്ങിപ്പോകും താഴോട്ട് കണ്ടില്ലേ? ഞാൻ വിചാരിച്ചു നേരത്തെ ഓടുന്ന പട്ടി ഇട്ടുകൊണ്ട് വന്നത്. എന്തായാലും നമ്മൾ നിലയിൽ പോത്തില്ല. എന്തായാലും നമുക്ക് താഴോട്ട് ഇറങ്ങാം. കേസ് അവിടെ നിന്ന് ചടിക്കുമ്പോൾ നമ്മുടെ HP അങ്ങ് കുറഞ്ഞ് കേസ് നല്ലോണം. നമുക്കൊരു മെഡിക്കറ്റ് കടിച്ചിട്ട് പോവാം. മെഡടിക്കണം. മെഡിക്കറ്റ് കടിയിട്ടുണ്ടോണം. നമ്മുടെ കോയിനും ഇല്ല, 100 കോയിനേ ഉള്ളൂ. ഇവിടെയൊക്കെ ഇന്ന് ലൂട്ടൊക്കെ ഇവിടെ നിന്ന് ലൂട്ട് ഞാൻ തന്നെയല്ലേ വാരിക. അതിൽ കേസ് അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. ഗ്ലൂ വാൾ മേക്കറൊക്കെ കിടക്കുന്നത്, പക്ഷേ ഞാൻ ഗ്ലൂ വാൾ അധികം ഉപയോഗിക്കാറില്ല. എനിക്ക് എന്തോന്നറിയുള്ളൂ കേസ്, ഗ്ലൂ വാൾ അടിക്കണമെന്ന് വിചാരിക്കും, പക്ഷേ ഗ്ലൂ വാൾ അടിക്കാൻ പറ്റുന്നില്ല. ഇപ്പം കേസ് ഇവിടെ കിങ്ഫിഷർ കിട്ടി. കേസ് കിങ്ഫിഷർ ഇവിടെ നമുക്ക് അപ്പുറത്തോട്ട് ഇറങ്ങി പോകുക. ന്യൂക്ലിയർ മിസൈലൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അവിടെ അവൻ ഉണ്ടായിട്ടൊന്ന് ഇവിടെ നിന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് നമുക്ക് UMP കിട്ടി. UMP ഒക്കെ കൈ പിടിച്ചോണ്ട് പോവുകയാണ്. ഇവിടെയൊക്കെയാണ് അവനുണ്ടോ? അവനെയൊന്നും അവിടെ കാണാനില്ല കേസ്. നമുക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും അവൻ അവിടെ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ആകാശത്ത് നിന്ന് വളർന്നു വരാം. അല്ലെങ്കിൽ അവൻ അവിടെ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട് കേസ്. കാരണം നിങ്ങൾ ലാസ്റ്റ് റിവൈവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും, അങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. നമുക്ക് സ്കില്ലൊക്കെ കിട്ടിയിട്ടുണ്ട്. ക്ലോണാവുന്ന ആ സ്കിൻ എടുക്കാം. അതായത് ഓടിപ്പോയത് എനിക്ക് തോന്നിയില്ല കേസ്. നമുക്ക് അവിടെ എടുത്തേക്കാം. എന്തായാലും ഓടിപ്പോയിട്ട് ഏഷ്യാട്ട് പാകപ്പെടുത്തി എടുക്കാൻ. നമ്മുടെ ലൂട്ട് ബോക്സിൽ നിന്ന് നമുക്ക് തന്നെ VSS എടുക്കാം. എനിക്ക് ലോങ് റേഞ്ച് കഴിഞ്ഞാൽ ലോങ് റേഞ്ചിൽ ഷോർട്ട് റേഞ്ചിൽ ഒരേപോലെ അടിക്കുന്നതാണ്. VSS എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേസ്. കാരണം എന്തോന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കേസ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഞാൻ ഒരു തവണ വെടി വെക്കുമ്പോൾ തന്നെ 3 ബുള്ളറ്റ് പോകുന്നതാണ്. തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഒരു വെടി വെക്കുമ്പോൾ തന്നെ 3 ബുള്ളറ്റ് പോകും. നമുക്കിവിടെ നിന്ന് മൂവ്മെൻറ്റ് കിട്ടിയിട്ട് സോൺ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. എൻ്റെ അകത്ത് ഒരു ഷോപ്പുണ്ട്. നമുക്കൊരു ഹിറ്റ് ലിസ്റ്റ് എടുത്താലോ കേസ്? ഇത് പറയുന്നു, നമുക്കൊരു ഹിറ്റ് ലിസ്റ്റ് എടുത്തിട്ട് പോവാം. ഹിറ്റ് ലിസ്റ്റ് വേണോ അതോ വേറെ എന്തെങ്കിലും എടുക്കണോ നോക്കട്ടെ. മറ്റേ സാധനമില്ലല്ലോ, മറ്റേ കണ്ടെയ്നറുകളിലത്തെ സാധനം തുറക്കുന്ന സാധനം ഇതിവിടെ ഒന്നും കാണുന്നില്ല. ഉണ്ട്, പക്ഷെ അതിന് വേണ്ടി നമുക്ക് ഗോൾഡില്ല. എനിക്ക് ലോഞ്ച് പാഡ് എടുക്കണോ അതോ എന്തായാലും ഹിറ്റ് ലിസ്റ്റ് എടുക്കുക. ഹിറ്റ് ലിസ്റ്റ് ഇപ്പോൾ സ്പോട്ടായി. അവൻ എനിക്ക് വന്ന കേസ് ഇതിൻ്റെ മുമ്പ് മറ്റേ ഫാക്ടറി ഉണ്ടല്ലോ കേസ്, ആ ഫാക്ടറിയുടെ മുമ്പിൽ എവിടെയെങ്കിലും അവൻ കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിറ്റ് ലിസ്റ്റ് ബോംബിങ് കഴി പിടിച്ചുകൊണ്ട് വന്നു. ചിലപ്പോൾ നമ്മുടെ അടുത്തോട്ട് വന്ന് കയറിയാൽ നമ്മൾ പിന്നെ എന്താ ചെയ്യാനാണ്. അതായത് പിന്നടിക്കുന്നുണ്ട് കേസ്. ഇവിടെ നോക്കിയാലോ സ്പോട്ട് ചെയ്യാൻ പറ്റുമോ? തോടൊക്കെ നമ്മുടെ അടുത്തൂടെയൊക്കെയാണ് വരാണ്ടായത്. ഇവിടെ നിൽക്കാണ്ട. എന്തായാലും നമുക്ക് അവിടോട്ട് പോവാം, ഫാക്ടറിയിലോട്ട്. അവിടെ എന്തൊക്കെയാണ് സോൺ 3 അടിക്കുന്ന. എന്തായാലും ഹിറ്റ് ലിസ്റ്റ് അവിടെ ഇപ്പോൾ ഉണ്ട്. നമ്മുടെ ഹിറ്റ് ലിസ്റ്റ് നമ്മൾ തന്നെ ഫിനിഷാക്കി വിടണം. ഇവിടെ നിന്നാണ് നമ്മുടെ ഹിറ്റ് ലിസ്റ്റ് ഇതെടുത്ത ലൂട്ട്. നമ്മളെന്തായാലും അങ്ങോട്ട് ഓടിയിട്ട് നമ്മുടെ അടുത്തോട്ട് വന്ന കേസിൽ നിന്ന് നമ്മളെ അടുത്തോട്ട് വരുന്നതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഹിറ്റ് ലിസ്റ്റ് നമുക്കിവിടെ ഓടിച്ച് നോക്കാം. ഏതെങ്കിലും വഴി വന്നാലോ? പുറകിലായിട്ടാണ് ഹിറ്റ് ലിസ്റ്റൊക്കെ കാണിക്കുന്ന, ഈ വീട്ടിലായിട്ടാണ് കാണിക്കുന്ന, ഈ ഏരിയയിലോട്ട്. ഇവിടെ നോക്കാം. ഇവിടെ കുറേ മഞ്ഞ കളറിൽ കിടക്കുന്ന ഈ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിടന്ന മഞ്ഞ കളറിലുള്ള ലെവൽ 2 സാധനങ്ങളൊക്കെ എടുക്കാം. UMP കൂടെ മാറ്റട്ടെ. MP5 ഒക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇതുവരെ പോവാം. അത് സോണിൻ്റെ അടുത്താണ് കേസിക്കുന്നത്. നമ്മൾ സോണിൻ്റെ അടുത്തോട്ട് കയറി ചിലപ്പോൾ കാണാം. സോൺ നമ്മൾ സോൺസൊക്കെ അടിച്ച് നോക്കിയാൽ നമ്മൾ സോണിൻ്റെ അകത്ത് വെച്ച് ഈ ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ നമ്മളെ അടിച്ച് കൊല്ലും. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് സോണിൽ നിന്ന് ആദ്യം വെളിയിൽ ഇറങ്ങാം. പുറകിൽ പട്ടി കിടന്ന് കുറയ്ക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്പുറത്തെ വീട്ടിലെ പട്ടിയാണ്. അപ്പോൾ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട, ഗെയിം പ്ലേ മാത്രം ശ്രദ്ധിക്കുക. ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് ഒന്നും നിങ്ങൾ അധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കേസ് നമുക്ക് ഇവിടേക്ക് എന്തെല്ലാം എന്തോ അവിടെ നിന്ന് വെളിയിലോട്ട് വരും. സോണിൻ്റെ അകത്താണ്, ഈ ഫാക്ടറിയുടെ അകത്താണെങ്കിൽ ഇത് വെളി വന്നു വേണേൽ നമുക്കത് സ്പോട്ട് ചെയ്ത് കൊല്ലാം. സ്കോപ്പ് അവിടെ കേസ് അത് ഡ്രോണല്ല പോയാ കേസ്. അവിടെ തന്നെ വേറെ ഏതോ ഒരുത്തനും കൂടെ ഉണ്ടല്ലോ കേസ്. എന്തായാലും ഒരുത്തനും കൂടെ ഉണ്ട്. നമ്മളെന്തായാലും ഇങ്ങോട്ട് മാറിയിരിക്കാം. അതുകൊണ്ട് കേസ് അവൻ രണ്ടാമത് ഞാൻ പറഞ്ഞ രണ്ടാമത് ഉള്ളവന് അവിടെ ഉണ്ട്.
നമ്മൾ അങ്ങോട്ട് നിന്ന് നോക്കട്ടെ. വെടി പോയി അടിക്കാത്ത അവൻ കണ്ട് അവൻ കണ്ട് ഗെയ്സ്. പക്ഷേ അവൻ നമ്മളെ അടിച്ചങ്ങ് കൊന്നിട്ടുണ്ട് ഗെയ്സ്. അടുത്തായിട്ട് നമ്മൾ എവിടെ ടച്ച് എന്ന ക്ലോക്ക് ടവർ. അതായത് ഒരു ഇതൊക്കെ എടുത്തോണ്ട് ക്ലോക്ക് ടവറിലൊക്കെ ഇറങ്ങാം. ക്ലോക്ക് ടവറിൻ്റെ അടുത്തൊരു ഓട്ടോ റിവ്യൂ പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഇറങ്ങാം. ക്ലോക്ക് ടവറിൽ ചെന്നിറങ്ങാം. ഓട്ടോ റിവ്യൂ പോയിന്റ് എവിടെയായിരുന്നു ഗെയ്സ്, ഞാൻ മറന്നുപോയി. ഓട്ടോ റിവ്യൂ പോയിന്റ് ഒരു ഗ്ലോ വാൾ എന്തായാലും അവിടെ എത്തും കാണാൻ സാധ്യതയുണ്ട്. മാക്ടണൊക്കെ പിടിച്ചോണ്ട് താഴെ ലാൻഡ് ചെയ്തപ്പം തന്നെ റേഞ്ച് പോയിട്ടുണ്ട് ഗെയ്സ്. പിങ് അടിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സ്റ്റോപ്പ് റിപ്പയറുമായിട്ടുണ്ട് ഗെയ്സ്. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഗെയ്സ് പിങ് അടിച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും ഇവിടെയൊക്കെ വന്ന് ലൂട്ട് എടുക്കാൻ പറ്റുന്നില്ല ഗെയ്സ്. എയർ ഡ്രോപ്പ് പോലും എടുക്കാൻ പറ്റുന്നില്ല. നമ്മളെന്തായാലും ഇപ്പം തിരിച്ച് വെക്കണ്ട ഗെയ്സ്. തിരിച്ച് വന്ന് നമ്മൾ വീണ്ടും കൊണ്ടുപോയിട്ട് ഒരു എയർ ഡ്രോപ്പ് എടുക്കണം. ഒരു എയർ ഡ്രോപ്പ് ഒക്കെ എടുക്കണം. കറുത്ത എയർ ഡ്രോപ്പിനകത്ത് നല്ല ലൂട്ടുകളൊക്കെ കിടക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഗെയ്സ്. നമുക്ക് ആ കറുത്ത എയർ ഡ്രോപ്പ് എടുക്കണം. നമ്മളെന്തായാലും ഒരു എയർ ഡ്രോപ്പിനെ മുടുക്ക് ഓണാക്കി ഇട്ടിട്ട് പോകാം. 2 ഓണായി. വീണ്ടും ഓണായ എന്തായാലും പിങ്ങൊക്കെ മാറുന്നെങ്കിൽ മാറട്ടെ. തന്നെ നമ്മൾ അങ്ങോട്ട് കയറി പോകാം. പിങ് അടിച്ചങ്ങനെ നിൽക്കുന്നെങ്കിൽ നമ്മളെന്തായാലും തീർന്ന് കളി ഇതോടെ തീരും. പിങ് അടിച്ചെങ്കിൽ പിങ് മാറി ഗെയ്സ്. പിങ് മാറി. ഈ കളി കൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ലൂട്ടെടുക്കണം. എവിടുന്ന് വെടി കണ്ടില്ല ഗെയ്സ്. പിങ് അടിച്ച് ചത്ത് ഗെയ്സ്. പിങ് അണ്ടേന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു പോകുന്നത്. എന്തായാലും നമ്മൾ ബാക്ക് ഇറങ്ങട്ടെ. പിന്നെ റേഞ്ച് വന്നിട്ട് ഗെയ്സ് ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ടാണ് റേഞ്ച് ഇല്ലാത്തത്. നമ്മൾ പിന്നെ പുതിയൊരു ഗെയിമും കൂടെ തുടങ്ങിയിട്ടുണ്ട്. മൊബൈൽ ലെജൻഡ് തുടങ്ങുന്ന 5v5 അത് തുടങ്ങിയിട്ടുണ്ട് ഗെയ്സ്. അപ്പം നമ്മൾ അത് ഞാൻ ഗെയിം പ്ലേയിൽ ഉൾപ്പെടുത്താം. നമുക്കൊരു നോർമൽ ക്ലാഷ് ഒക്കെ കളിക്കാം. VR ഒക്കെ കളിച്ച് പിന്നെ എന്തൊക്കെ മൈനസ് ഇതായി. ഓൺ സ്കോർ തന്നെ 83 മൈനസൊക്കെ വാങ്ങിക്കുന്നത്. ഒന്നാമത് പ്ലാറ്റിനം അങ്ങോട്ട് കിടക്കുള്ളൂ. ഗ്രാൻഡ് മാസ്റ്റർ അടിക്കണമെന്നൊക്കെയാണ് ആഗ്രഹം. ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ പറ്റട്ടെ. ഞാൻ ശ്രമിക്കുന്നുണ്ട് ഗെയ്സ്. നമുക്കെന്തായാലും നോക്കാം. എനിക്കെന്തായാലും പെട്ടെന്നൊരു മൈക്ക് വാങ്ങിക്കണം ഗെയ്സ്. വോയിസ് ഓവർ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇവിടെ ബാത്റൂമിൻ്റെ അകത്തൊക്കെയാണ് ഇരിക്കുന്നത്. നെറ്റ്വർക്ക് കണക്ഷനൊക്കെ ലോ ആയിട്ട് കൊണ്ടിരിക്കണം. എൻ്റെ ഗിൽഡ് ഇതുവരെ ആരും ജോയിൻ ചെയ്തിട്ടില്ല ഗെയ്സ്. ഗിൽഡിനകത്ത് മാജിക്കൊക്കെ നമ്മൾ 12 മിനിറ്റ് നല്ലത്. ഗിൽഡൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ആരും ഇതുവരെ ജോയിൻ ചെയ്തില്ല. ഫ്രണ്ട് റിക്വസ്റ്റെങ്കിലും ഗിൽഡ് റിക്വസ്റ്റൊക്കെ ചുട്ടിരുന്നെങ്കിൽ ഞാൻ അതിനകത്ത് കയറ്റിയേണ്ട. അതായത് നമ്മൾ ലെവൽ 1 തന്നെ ഒരുപാടധികം പോയിൻറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കയറുന്നെങ്കിൽ കയറുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഗിൽഡൊക്കെ റൺ ചെയ്യാം. എനിക്കെന്തായാലും കൊടുക്കുന്ന അങ്ങോട്ട് എന്തായാലും എടുത്ത് കഴിച്ചു ഗെയ്സ്. അതിനുവേണ്ടി എന്താണ് കിച്ചു തുപ്പൽ കഴിച്ചു ഗെയ്സ്. അതുകൊണ്ടാണ് ഞാൻ തുപ്പിക്കള അല്ല ഊതിക്കളന്ന്. നമ്മളീ ഫ്ലാഷ് കോഡ് എടുത്തിട്ടുണ്ട്. പിങ്ങില്ല ഗെയ്സ്. പിങ് ഫ്ലാഷ് കോഡ് തുടങ്ങിയത് പോലുമില്ല. അതിന് പോയി പിങ് അടിച്ച് ഗെയ്സ്. നമുക്ക് എന്തെങ്കിലും കസ്റ്റം ചേച്ചി ഒന്ന് മാറ്റണം ഗെയ്സ്. അവിടെ കിള്ളിച്ചേച്ചി തന്നത് തന്നെ നമുക്കിടാം. ഇത് ഗെയ്സ് ഇങ്ങനെ ബാക്ക് അവിടെ കിള്ളിച്ചേച്ചി തന്നെ നമുക്ക് തരുന്നൊരു സാധനം ഉണ്ടല്ലോ, എയിം കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്ത് നമുക്ക് കസ്റ്റം ഹമ്പ് ഫസ്റ്റ് ഇടാം. നമ്മുടെ കിള്ളിച്ചേച്ചി എന്നിട്ട് ഗെയ്സ് പിങ്ങൊക്കെ മാറി ഗെയ്സ്. വൈറ്റ് കളറായി. ഭാഗ്യം പെട്ടെന്ന് പോയി എനിമി കില്ലെടുക്കണം. നമുക്ക് നേരെ അവിടെ എത്തി ചത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവൻ്റെ പോയി ലൂട്ട് എടുക്കണം. നമ്മൾ എന്തായാലും ഈ നോർമൽ തന്നെ പോലെ നമ്മൾ ഒരു 2 കൈ പിസ്റ്റല് കില്ലർ ബി സ്റ്റൈൽ നമുക്ക് പോവാം. ഇവിടെ ഒരു എനിമി ഉണ്ടല്ലോ ഗെയ്സ്. നമ്മളവനെ വെടി വെക്കണം. വെടി കൊണ്ടില്ല. എൻ്റെ ലക്കിന് അവനൊരു വെടിയും കൊണ്ടില്ല. ഇവിടെ എടുത്ത് എടുത്ത് ഗെയ്സ് കിട്ടേക്കും. നമ്മൾ ഒരുത്തിനും ഒരു വെടി പോലും കൊടുത്തില്ല ഗെയ്സ്. എനിക്ക് കഷ്ടമുണ്ട് ഗെയ്സ്. അവനെ ചത്തെന്ന് ഞാൻ ലാസ്റ്റ് പോയി നിർത്താൻ ചെയ്യാന്ന് എനിക്ക് വല്ലതുണ്ടോ. എന്തായാലും അടുത്ത വുഡ് പിക്കർ എടുക്കാം ഗെയ്സ്. വുഡ് പിക്കർ ക്ലോണിൻ്റെ എബിലിറ്റി ഒന്ന് ആറ്റി വെച്ചിട്ട് ഞാൻ എല്ലാ പ്രാവശ്യവും ഇതെടുക്കണമെന്ന് വിചാരിക്കും. പക്ഷേ അത് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ടായിരിക്കും ഗെയ്സ്. രണ്ടാമത്തെ റൗണ്ട് ഇതിനകത്ത് നമ്മൾ 1v എന്തെങ്കിലും ഒരു കില്ലെങ്കിലും എടുക്കണമല്ലോ ഗെയ്സ്. അവസാനമാണെങ്കിൽ നമ്മൾ കില്ലെടുക്കും ഗെയ്സ്. അതൊക്കെ അത്രേ ഉള്ളൂ. ഒട്ടിക്കൊക്കെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇത് വെച്ച് 1 ടാപ്പ് അടിക്കാൻ എനിക്ക് ഈസിയാണെന്നറിയാം. കളിക്കാൻ അറിയാം നമുക്ക്. ഞാനൊക്കെ ന്യൂ പ്ലെയറാണ് ഗെയ്സ്. കളി പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മളെയൊക്കെ കളി പഠിപ്പിക്കാൻ ആരുമില്ലായിരുന്നു ഗെയ്സ്. നമ്മളൊക്കെ ന്യൂബുകളായിപ്പോയി. എന്ത് ചെയ്യാനാ. നമ്മൾ തരും ഗെയ്സ്. 2 കില്ല് ഇതിനോടൊക്കെ ഞാൻ ഇവിടെ എത്തുന്നതിന് എന്നിട്ട് എൻ്റെ കണ്ണെടുത്തുകൊണ്ട് പോയിട്ട് ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ടീമേറ്റ് കളി അടിച്ചിട്ടുണ്ട്. എബി 5x എന്ത് ഗെയ്സ് ഈ പേര്. എനിക്ക് എന്തായാലും അത് ഇംഗ്ലീഷ് വായിക്കാറിനോടത്തോണ്ട് തന്നെ നിങ്ങളെന്നെ എന്ത് വെച്ചെന്ന് തോന്നിച്ച് പറ.
അതായത് വെസ്റ്റും ഹെൽമെറ്റൊക്കെയാണ് വാങ്ങിക്കുക. ഈ ഗ്രനേഡ് എനിക്ക് പൊട്ടിക്കണം കേസ്, അത് കാണണം. ഗ്രനേഡ് പൊട്ടുന്ന ഞാൻ എന്തായാലും വിശ്വസിപ്പിച്ച് ഗ്രനേഡ് എടുത്തിട്ട് ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. ഇത് വെച്ചൊന്നൊരു എനിമി കൊല്ലാൻ നോക്കിയാൽ നോക്കാം. ഇത് പൊട്ടിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഗ്രനേഡ് എടുക്കത്തില്ല. ഗ്രനേഡ് കിട്ടുമ്പോൾ ഞാൻ പൊട്ടിക്കാൻ പറഞ്ഞു പോവുകയും ചെയ്യും. എന്തോ ചെയ്യാം, നമുക്കെന്തായാലും ഫിക്കർ എടുത്തോണ്ട് പോകാം. ഈ ഷോർട്ട് റേഞ്ച് എണ്ണൊക്കെ എടുത്തോണ്ട് പോയാൽ എനിക്ക് വരങ്ങത്തില്ല കേസ്. ഗ്രനേഡ് ഗ്രനേഡ് എടുത്ത് അങ്ങോട്ട് അറിയാം. എന്തായാലും അവിടെ വെച്ച് കാണാതിരിക്കില്ല. എന്തായാലും നമ്മൾ തോറ്റ് കളി പിടിക്കണമല്ലോ. നമ്മളെന്തായാലും ജനിച്ചുടനെ കളി. ഇത് മുമ്പിൽ വന്ന് ഗ്രനേഡ് അറിയാൻ പറ്റിയില്ല കേസ്. പക്ഷെ അത് വല്ലാത്തൊരു ചതിയായിപ്പോയി. നമ്മളവനെ കണ്ടത് പോലും ഇല്ല. എന്തായാലും ഗ്രനേഡ് വെച്ച് അടിക്കാൻ പറ്റിയില്ല കേസ്. നമ്മുടെ ടീംമേറ്റ്സൊക്കെ കില്ലാടികളാണ് കേസ്. ചെറിയ കില്ലാടികൾ കണ്ടില്ലേ, ഒരടിക്ക് തന്നെ എല്ലാണത്തെ തീർത്തോണ്ടിരിക്കുക. മെയിനായിട്ട് ഇത് എൻ്റെ മുമ്പിൽ വയ്ക്കുന്നതിനും വേറെ ഒരുത്തനുണ്ട് കേസ്. എൻ്റെ മുമ്പിൽ വയ്ക്കുന്നവനാണ് മഞ്ഞ കളറുമാണ് മെയിൻ കില്ലാടിയാണ് കേസ്. ചെറിയ ചില്ലാടി എന്നല്ലാതെ വേറെ എന്താ പറയാം കേസ്. എബി എന്ന് പറയുന്ന അവനാണ് ഏറ്റവും നല്ല പ്ലെയർ. ആദ്യത്തെ റൗണ്ടിൽ തന്നെ കേസ് എടുക്കുകയും ചെയ്ത് രണ്ടാമത്തെ റൗണ്ടിൽ കളി ജയിപ്പിക്കുകയും ചെയ്ത്. എന്തായാലും നമുക്കിനി AW എടുക്കണം കേസ്. നേരത്തെ നമുക്ക് ഗ്രനേഡ് എറിയാൻ പറ്റിയില്ല കേസ്. ഗ്രനേഡ് അവിടെ പോയി പൊട്ടുന്ന പോലെ നമുക്ക് കാണാൻ പറ്റില്ല. എന്തൊരവസ്ഥയാണെന്ന് നോക്കുക കേസ്. നമുക്കിവിടെ ഗ്രനേഡ് എറിയാം. ഈ ഷോപ്പ് ഇങ്ങനെ വന്ന് മാറ്റി ഗ്രനേഡ് പൊട്ടുന്ന കാണണം. ഇത് മാറുന്നില്ല. നമുക്കെന്തെങ്കിലും മസ്റ്റും എടുക്കട്ടെ. അയ്യോ, ഗ്രനേഡ് പൊട്ടി, എല്ലാം തീർന്നു. ഇതാണ് കേസ്. ബാഡ് ലക്കാണ് കേസ്, ബാഡ് ലക്ക്, എല്ലാം ബാഡ് ലക്ക്. നമ്മളെന്തോ ചെയ്യണം കേസ്. ഇവിടെ ഒരു എനിമി വേണമല്ലോ. എനിമി പെടി കൊണ്ടില്ല കേസ്. ഇത് കണ്ട കേസ്, ബാഡ് ലക്ക് ഉണ്ടോ കേസ്. ഇത് തലയുടെ മണ്ടയിൽ കൂടെ പോയി. ഇന്ന് എന്തായാലും ഒരു കില്ല് എടുക്കണം. അടി. നമുക്ക് എന്തായാലും ഇനി ഒരു കില്ലെങ്കിലും എടുക്കണം കേസ്. ബാഡ് ലക്ക് ഉണ്ടോ? അതും കൊണ്ടില്ല കേസ്. കണ്ട കേസ്, എത്ര വെടി വെച്ചിട്ടോ അവന് കൊള്ളുന്നില്ല. സ്നൈപ്പറിൻ്റെ സ്കോപ്പൊക്കെ തലയിനൊക്കെ പോകുന്നു. മെഡിക്കറ്റൊക്കെ പിന്നെ ചാവട്ട്. ഒരു നോക്ക്. ഒരു കില്ലെങ്കിൽ ഒരു കില്ല, അതെങ്കിലും എനിക്ക് ഫിനിഷാക്കി വിടണം. റിവൈവ് ചെയ്യുന്നതിന് വെടി വെക്കട്ടെ. ഇതെന്തിയവൻ ബുയാഹ അടിച്ചു കേസ്. നമ്മൾ ചുമ്മാ അല്ല, അവൻ നമ്മൾ ബുയാഹ അടിച്ചിട്ടുണ്ട് കേസ് നമ്മൾ ടീംമേറ്റ്സ്. ഈ എഫ് എന്ന് പറയുന്നത് ഫ്ലോ ലെവൽ കില്ലാടി തരം. അല്ലാതെ എന്താ പറയാനാ, അവനാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ളത്. എന്നാലും 5 ബുയാഹ അടിപ്പിച്ച് 11 കില്ല് കേസ് അവന്. ഞാൻ വിചാരിച്ചു മുമ്പുകളായിക്കൊന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തിലേക്ക് വന്നത്. പക്ഷേ എതിരായിരിക്കുന്നതിന് ഫ്ലോ, നമ്മുടെ ടീമിലുള്ള ഫ്ലോ എന്തോ ചെയ്യാനാണെന്നുള്ള കേസ്. എന്തായാലും ഗോൾഡൻ മാർട്ടിക്ക് നമുക്ക് എടുക്കാം. ഗോൾഡൻ മാർട്ടി നമുക്ക് മറ്റേ റൈഫിലിനകത്ത് സ്കോപ്പ് വെച്ചൊരു സാധനം കിട്ടുന്നുണ്ട്, ആ ഗണ്ണ്. പിന്നെ നമുക്ക് മിഷൻസ് എന്ന് പറയാൻ ഞാൻ കംപ്ലീറ്റ് ആയി. ഈ ഒരു ഗണ്ണ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു 20%. ഇപ്പോൾ നമുക്ക് ദിവസത്തിലായി. റെഡ് കാർഡ്, പിന്നെന്തോ മിഷൻ, വീക്കെൻഡിൽ മിഷൻ, ഞാൻ എന്തോന്നും വന്നല്ലോ. വ്യാപാസൊക്കെ എടുക്കുന്നത്. പെറ്റ് ഫുഡ് കിട്ടി കേസ്, പെറ്റിൻ്റെ ഫുഡ്. നമുക്ക് വ്യാപാസിൽ പോയി നോക്കിയാൽ അവിടെ നിന്നും കിട്ടി കേസ്. നമുക്കൊരു ഗൺ സ്കിൻ കിട്ടി, പിന്നെ കുറച്ച് ഗോൾഡ് കോയിനും കിട്ടി. എന്തായാലും ഈ വ്യാപാസ് എടുക്കണം. എന്തായാലും നമുക്ക് നോക്കാം പറ്റുമെന്ന്. എന്തായാലും എല്ലാ മിഷൻസൊക്കെ ഇല്ലേ കേസ്. നമുക്ക് 9th ലോബിക്കകത്ത് ഇത് മിഷനല്ലോ കളിച്ചത്. അപ്പോൾ നമുക്ക് ഒരു ഇത് കിട്ടത്തില്ല. അതെ, ഡെയിലി ടാസ്ക് ഒന്നും ആഡ് ആയിട്ടില്ല. നമുക്ക് എന്തായാലും ബാക്ക് അടിക്കില്ലേ. ഇനി എന്താ ചെയ്യണം. ഇതാണ് കേസ് എൻ്റെ ഇപ്പോഴത്തെ ലോകം. ഞാൻ ഈ ലോകം മാറ്റിയതിന് ശേഷം ഈ ഒരു ലോകം ആക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് കേസ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേസ്. നമുക്ക് നോക്കാം എത്ര പേർക്ക് ഇഷ്ടമാണ്. അപ്പം ശരി.